വെൽക്കം ടു ടേസ്റ്റി ടൈം. നമുക്ക് ചക്ക വെച്ചിട്ടൊരു ചക്ക വരട്ടി അഥവാ ചക്ക ജാമു എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കിയാലോ. പഴുത്ത ചക്ക വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ പഴുത്ത ചക്ക വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഏത് പഴുത്ത ചക്ക വെച്ചിട്ടും നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. ഇത് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേവിക്കുന്നില്ല, ആദ്യം നമ്മൾ ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് വേവിക്കുന്നത്. അപ്പോൾ മിക്സി ജാറിലേക്ക് നമുക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. വെള്ളം ചേർക്കരുത്, തുള്ളി വെള്ളം ചേർക്കരുത്. ഇത് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നന്നായി അരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ പീസ് ഉണ്ടായി വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. നമ്മളിത് വരട്ടി എടുക്കാനുള്ളതായതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഇതുപോലെ അരച്ചെടുക്കാം. കുറച്ച് ലൂസായിട്ട് നമുക്കതിൻ്റെ ബാറ്റർ കിട്ടും. ഇനി നമുക്കിത് ഗ്യാസിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും അല്ല. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 5 പീസ് ശർക്കര ഉരുക്കി അരിച്ച് മാറ്റിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കര എടുക്കാവുന്നതാണ്. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സാക്കി ഇതൊന്ന് കുറുക്കി എടുക്കണം. അപ്പോൾ ഇതിങ്ങനെ ചൂടായി വരുമ്പോൾ നമുക്കിതിങ്ങനെ പൊട്ടിത്തെറിക്കും കേട്ടോ. കയ്യിലൊക്കെ ഒന്ന് തെറിക്കും. അപ്പോൾ അതൊന്ന് പൊള്ളുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അടി പിടിക്കില്ല. അല്ലാത്തതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ നോൺ സ്റ്റിക്ക് ആകുമ്പോൾ ആണ് നമുക്കിത് ഉണ്ടാക്കാൻ എളുപ്പം. ഇത് നല്ല ടൈറ്റായി വരണം. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായ ഇട്ട് കൊടുക്കുക. 2-3 ഏലക്കായ പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇനി നമ്മളിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയൊരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ നെയ്യ് കൂടുതൽ ചേർക്കുമ്പോൾ നമുക്ക് ടേസ്റ്റും കൂടും. അതുപോലെ കൂടുതൽ കാലം നമുക്കിത് സൂക്ഷിക്കാനും കഴിയും. 1 മാസം 2 മാസം വരെയൊക്കെ സൂക്ഷിക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കുറുക്കി എടുക്കണം. ആദ്യത്തെ കംപ്ലീറ്റ് വെള്ളം വറ്റിച്ചെടുക്കണം. ഇത് നന്നായി കുറുക്കി എടുക്കണം, നല്ല ടൈറ്റാക്കി എടുക്കണം. പിന്നെ ഇത് നമുക്ക് കുട്ടികൾക്ക് ബ്രെഡിലൊക്കെ തേച്ച് കൊടുക്കുക. അതുപോലെ ചപ്പാത്തിയിലൊക്കെ ആക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വേറെ കിട്ടുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കാവാനുണ്ട്. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചക്ക വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാണ്. നന്നായി വരട്ടി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചൂട് പോയ ശേഷം കുപ്പിയിലാക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വരട്ടിയത് അഥവാ ചക്ക ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്യുക. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. താങ്ക്